നിർമ്മിത ബുദ്ധി, കോഡിംഗ്, റോബോട്ടിക് എന്നിവയെ ആസ്പദമാക്കി ഇന്തോനേഷ്യയിലെ ജക്കാർത്തയിൽ നടന്ന 7ാമത് കെഡോവർ അന്താരാഷ്ട്ര മത്സരത്തിൽ ആദ്യ 10ൽ ഇടം നേടി ഒമാൻ ടീം. മലയാളി വിദ്യാർത്ഥികളും ടീമിൽ ഇടം നേടി. ഒമാനിലെ ബൗഷർ ഇന്ത്യൻ സ്കൂൾ, യുണൈറ്റഡ് ഇന്റർനാഷണൽ സ്കൂൾ എന്നീ സ്കൂളുകളാണ് പുതുതലമുറയ്ക്കുള്ള ഇന്നൊവേഷൻ ഫെസ്റ്റിൽ ഒമാനെ പ്രതിനിധീകരിച്ച് പങ്കെടുത്തത്. ഇതിൽ ഇന്ത്യൻ സ്കൂൾ ബൗഷറിൽ നിന്നും പങ്കെടുത്ത 3 വിദ്യാർത്ഥികൾ മലയാളികളാണ്. കായംകുളം സ്വദേശികളായ അർജുൻ പ്രദീപിന്റെയും അനുജയുടെയും മകളാണ് അരുന്ധതി അർജുൻ. കണ്ണൂർ ഏച്ചൂർ സ്വദേശികളായ ശാന്തി ഭൂഷന്റെയും ശ്രുതിയുടെയും മകൻ നിഷാൽ ഭൂഷൺ, വൈക്കം മറവന്തുരുത്ത് സ്വദേശി ഫൈസൽ മുഹമ്മദിന്റെയും റഫ്സിയുടെയും മകൻ ഹംദാൻ ഫൈസൽ എന്നിവരാണ് മത്സരത്തിൽ മാറ്റുരച്ച മലയാളികൾ. ട്രാക്ക് 1, ട്രാക്ക് 3 ഇനങ്ങളിലായി ബൗഷർ ഇന്ത്യൻ സ്കൂൾ ടീമും ട്രാക്ക് 3ൽ യുണൈറ്റഡ് ഇന്റർനാഷണൽ സ്കൂൾ ടീമും പങ്കെടുത്തിരുന്നു. ഇന്ത്യ ഉൾപ്പെടെ 70 രാജ്യങ്ങളിൽ നിന്നായി 77,000ഓളം വിദ്യാർത്ഥികൾ പങ്കെടുത്ത മേളയിലാണ് ഒമാൻ ടീം ആദ്യ 10ൽ ഇടം നേടിയത്. ആദ്യമായാണ് ഈ മത്സരത്തിൽ ഒമാനിൽ നിന്നും ഒരു ടീം പങ്കെടുക്കുന്നത്. ടീമുകളുടെ മികച്ച പ്രകടനം കണക്കിലെടുത്ത് ഒമാൻ ടീമിന് എക്സലൻസ് അവാർഡുകൾ സമ്മാനിച്ചു. ഇന്ത്യൻ സ്കൂൾ ബൗഷറിൽ നിന്നും ട്രാക്ക് 1ൽ റോബോട്ടിക്സ് അധ്യാപിക നിവേദ പ്രേംകുമാറിന്റെ മെന്റർഷിപ്പിൽ 5ാം ക്ലാസ് വിദ്യാർത്ഥികളായ അരുന്ധതി അർജുൻ, നിഷാൽ ഭൂഷൺ, 4ാം ക്ലാസ് വിദ്യാർത്ഥി ഹംദാൻ ഫൈസൽ എന്നിവരും ട്രാക്ക് 3ൽ റോബോട്ടിക്സ് അധ്യാപിക ഇന്ദിരാഗാന്ധി അലക്സിന്റെ മെന്റർഷിപ്പിൽ 9ാം ക്ലാസ് വിദ്യാർത്ഥികളായ കനീസ് ഐഷ, ശൗര്യ ഷാഹി എന്നിവരും പങ്കെടുത്തു. ഒമാനിലെ മസ്കറ്റിൽ നടന്ന ദേശീയതല മത്സരങ്ങളിൽ നിന്നും ഗോൾഡ് മെഡൽ നേടി വിജയിച്ച ടീമുകളായിരുന്നു അന്താരാഷ്ട്ര മത്സരത്തിൽ പങ്കെടുക്കാൻ യോഗ്യത നേടിയത്. ഡെസേർട്ട് ഹീറ്റ് ഹെൽത്ത് ഗാർഡിയൻ എന്ന പ്രൊജക്ടാണ് ഇവർ ട്രാക്ക് 1ൽ അവതരിപ്പിച്ചത്. റോബോ സോക്കർ ആയിരുന്നു ട്രാക്ക് 3ൽ നടന്ന മത്സരം. ട്രാക്ക് 3 മത്സരങ്ങളിൽ ആദ്യ 10ൽ ഇടം നേടിയതും ട്രാക്ക് 1ൽ മികച്ച ഹെൽത്ത് പ്രൊജക്ട് അവതരിപ്പിച്ചതും കണക്കിലെടുത്ത് ടീമുകൾക്ക് എക്സലൻസ് അവാർഡുകൾ സമ്മാനിച്ചു. കൈരളി ന്യൂസ്, ഒമാൻ.